നമസ്കാരം. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDFും ഒന്ന് ഭയപ്പെട്ടതാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ പോലെ രാഷ്ട്രീയം നന്നായി അരച്ചു കലക്കി കുടിച്ച ഒരു വ്യക്തി മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ കാര്യം പിന്നെ ഗുദാ ഹവ എന്നൊരവസ്ഥയാവും. കാരണം 10-20 വർഷത്തോളം രാഷ്ട്രീയത്തിൽ നിന്നും കളിക്കുന്ന, രാഷ്ട്രീയം എങ്ങനെ ഏത് രീതിയിൽ പയറ്റണം എന്നൊക്കെ നല്ലപോലെ അറിയാവുന്ന ഒരു തന്ത്രജ്ഞനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അല്ലാതെ LDFിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥികളെ പോലെ ജയിക്കാൻ വേണ്ടി മാത്രം കളത്തിൽ ഇറങ്ങുന്നതല്ല. ജയിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യത്തോടു കൂടിയും ആ ഒരു ആത്മാർത്ഥതയോടു കൂടിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ പത്രിക സമർപ്പിച്ചപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ഒക്കെ തള്ളാനായിട്ട്, അല്ലെങ്കിൽ ആ പത്രിക തള്ളാൻ വേണ്ടിയുള്ള പല നീക്കങ്ങളും UDFും അതോടൊപ്പം തന്നെ LDFും നടത്തി എന്നതാണ് യാഥാർത്ഥ്യം. അതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ 200 കോടി രൂപയുടെ സ്വത്തൊക്കെ മറച്ചുവെച്ചു എന്നൊക്കെ ഒരു ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ എത്തിയപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക ഒന്ന് ഹോൾഡ് ചെയ്തു വെക്കുന്ന ഒരു അവസ്ഥയിലുണ്ടായി. അതിനുശേഷം ആ പരാതിയൊക്കെ ചടുല വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും, എല്ലാ സ്വത്തുകളും വിവരങ്ങളും ഒന്നും തന്നെ രാജീവ് ചന്ദ്രശേഖർ മറച്ചു വെച്ചിട്ടൊന്നുമില്ല. എല്ലാം കൃത്യമായി തന്നെ പത്രികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്നും ഒരു തരത്തിലുമുള്ള തട്ടിപ്പോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള സ്വത്ത് വിവരങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമായതോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനും നേമം NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബംഗളൂരിലെ വീടിന്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കോൺഗ്രസ് ഉന്നയിച്ച പരാതി ഭരണാധികാരി തള്ളിയിരിക്കുകയാണ്. നേരത്തെ പത്രിക സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ബംഗളൂർ കോറമംഗലയിലെ 200 കോടിയുടെ വീടിന്റെ വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് UDF സ്ഥാനാർത്ഥി ശബരിനാഥിന്റെയും കോൺഗ്രസിന്റെയും പരാതി. ബംഗളൂരിലെ വസ്തുവിന് കരമടച്ച രസീതുകളുടെ തെളിവുകൾ സഹിതമാണ് കോൺഗ്രസ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ബംഗളൂരിലെ 200 കോടി രൂപ വില വരുന്ന ഈ വീടിന്റെ വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ പത്രികയിൽ ഉൾപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തുടർന്ന് പത്രിക മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അതേസമയം വാദത്തിനിടെ സ്വത്ത് വിവരങ്ങളുമായുള്ള പരാതിയിൽ തീർപ്പ് കൽപ്പിക്കാൻ ഭരണാധികാരിക്ക് കഴിയില്ല എന്ന് BJP അഭിഭാഷകൻ വാദിച്ചിരിക്കുകയാണ്. പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോടതിയിൽ കേസുമായി മുന്നോട്ടു പോകാമെന്നും അഭിഭാഷകൻ അറിയിച്ചു. തുടർന്നാണ് പത്രിക സ്വീകരിച്ചത്. ഫോം 26 തെറ്റില്ലെന്നും ഇതിൽ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ കോടതിയിലാണ് ചോദ്യം ചെയ്യേണ്ടതെന്നും BJP ഭാരവാഹികൾ പറഞ്ഞു. പത്രികയിൽ ഒരു തെറ്റും ഇല്ല എന്ന് BJP നേതാക്കളും പ്രതികരിക്കുകയാണ്. നേമത്തെ BJPയുടെ മുന്നേറ്റത്തിലുള്ള ഭയമാണ് കോൺഗ്രസിന്റെയും CPMന്റെയും ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. നാമനിർദ്ദേശക പത്രികയിൽ സ്വത്ത് വിവരം മറച്ചുവെച്ചു എന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് നേരത്തെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചിരുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ ഇതേ ആരോപണം ഉന്നയിച്ച് പരാജയപ്പെട്ട കോൺഗ്രസ് വീണ്ടും പഴയത് ഉയർത്തി തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എനിക്കെതിരെ ആക്ഷേപം, ആരോപണം, റെയ്ഡ്, വ്യാജ പ്രചാരണമൊക്കെ ഉയർത്തിയ കോൺഗ്രസ് പരാജയപ്പെട്ട ആരോപണങ്ങൾ വീണ്ടും ഉയർത്തുകയാണ്. അവർ എന്തു ചെയ്താലും കേരളത്തിലെ ജനത വികസനത്തിന് ആഗ്രഹിക്കുകയും വികസനത്തിന് നിൽക്കുന്ന പാർട്ടിയായ BJPക്കും വോട്ട് ചെയ്യുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ധൈര്യവും നട്ടലുമുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ തയ്യാറാവണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണ്.